കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുറ്റത്ത് കിറങ്ങാൻ എന്നെ കൂടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ പനി തന്നെയാണ്. പനിയും ക്ഷീണമൊക്കെ കാരണം അങ്ങനെ കുറേ ദിവസം പോയി കിട്ടി. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നിൽക്കാണ്ട് മഴ. അതിൻ്റെ ഇടയ്ക്ക് ലൈൻ വെട്ടാർ വന്നിട്ട് ഓരോ കൊമ്പൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കള ഭാഗത്തുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം അവിടെ കിടന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ചൊരു തെളിച്ചുണ്ട്, വല്ലാതെ മഴയില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടിച്ചൊരു വൃത്തിയാക്കാന്ന് കരുതി ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് പുല്ല് പറിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ മഴത്ത് പുല്ല് പറിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് അതേപോലെ തന്നെ പിന്നെയും കിളിർത്തുണ്ടാവും. എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചിട്ടാൽ ഒന്നായിട്ട് കൂടുതലാവില്ല. അപ്പോൾ അതും ചെയ്യണുണ്ട്, കഴിഞ്ഞ പോലെയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ക്ഷീണം അങ്ങോട്ട് വല്ലാതെ മാറിയിട്ടൊന്നും. അപ്പം ഇന്ന് അടിക്കലും പുല്ല് പറിക്കലും മാത്രമല്ല, കുറച്ച് ചെടിച്ചട്ടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെടി നടാൻ കൂടിയിട്ടില്ലെങ്കിൽ മണ്ണെങ്കിലും നിറച്ച് വെക്കണം എന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും നടന്നു. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം മുറ്റുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കിതക്കാൻ തുടങ്ങി. നല്ല ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു. പനി വന്നാലും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അത് പനി പെട്ടെന്ന് മാറിപ്പോവും. പക്ഷേ ക്ഷീണം തളർച്ച മാറണമെങ്കിൽ കുറേ ദിവസമാവും. അത് കഴിയാതെ നമുക്കൊന്നിനും ഒരു ഉഷാറും. ഞാനാണെങ്കിൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിരുന്നു. കാരണം ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു, ഇന്ന് തന്നെ ചെയ്യണോ അതോ നാളെ ചെയ്താൽ മതിയോ, ഇനിയിപ്പോൾ പനി കൂടുമോ എന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ നാളെ മഴയാണെങ്കിൽ പിന്നെ ഇങ്ങനെ കിടക്കൂലേ, അപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു നേരം ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചുവരൽ പെട്ടെന്ന് തീർത്തു. പിന്നെ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പുല്ലൊന്നും അധികം പറിക്കാനൊന്നും കൂടിയിട്ടില്ല. പിന്നെ അത് വേറൊരു ദിവസം ആക്കാന്ന് കരുതിട്ടോ. ഇനിയിപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. എത്ര മഴ ഉണ്ട് പറഞ്ഞാലും എൻ്റെ ചെടിക്കൊന്നും അങ്ങനെ വെള്ളം കിട്ടൂല. കാരണം അതിങ്ങനെ ഇറയത്താണല്ലോ, കുറച്ച് കയറിയിട്ടാണ്. എനിക്ക് അങ്ങനെ പറയാൻ മാത്രമുള്ള ചെടികളൊന്നും ഇല്ല. ആകെ ഒരു 10-12 ചട്ടി ഉണ്ടാവും. ഇപ്പോൾ ഒരു 10 കൂടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് ചട്ടിയിൽ ബൊഗൈൻവില്ലല്ലേ നമ്മളെ മറ്റേ കടലാസ് ചെടി, അത് ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് ഒരുപാട് വളർന്നു പോവാതെ അതിലിങ്ങനെ പൂവിട്ട് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചട്ടികൾ പിന്നെയും വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ബൊഗൈൻവില്ല കൂടുതൽ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി തപ്പണം. ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഞാൻ അതാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ മുറ്റത്തെ പണികളൊക്കെ തീർന്നുള്ളിലേക്ക് വന്നപ്പോൾ രണ്ടാളും നല്ല TV ആണെല്ലാണ് കേട്ടോ. അപ്പോൾ അത് വേഗം ഓഫാക്കിക്കണം. എന്നിട്ട് വേഗം ഓളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓളെടുത്ത് വാന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഈ സാധനങ്ങൾ സ്ഥാനം തെറ്റി കിടക്കണ കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണുമ്പോൾ അതിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു അസുഖമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ എത്തിയപ്പോൾ തന്നെ ഒരാൾ നിസ്കാരം തുടങ്ങിക്കണം കേട്ടോ. മറ്റോളാണെങ്കിലും ഇവിടെ നല്ല പോളിങ്ങിലാണ്. ഈ കുപ്പിയോടക്കനെ എടുത്ത് പോന്നിക്കണം. ആദ്യം തരൂല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് 2 തന്നിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.